ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വൈകിട്ടത്തെ ഒരിതാണ് ഏത്തയ്ക്ക. അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായയുമാണ്. അതാണ് ഗായ്സ് ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് കണ്ടോ, ചാരുവിനെ കഴിക്കാൻ പോകുന്നതൊക്കെ കാണിക്കുവാണ്. എന്താണ് ഇത് കാണിക്കുവാണ്, കഴിക്കുന്നതൊക്കെ ചൂടാണ് ഗായ്സ്. എന്നിട്ട് സൂപ്പറാണ്. ചാരു കുട്ടിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഗൈസ്. കുറച്ച് നിങ്ങളും കൂടെ കഴിച്ചോ. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ചൂട് ഏത്തയ്ക്കാപ്പമായിരുന്നു ഗായ്സ്. അടിപൊളി. അതിനിടയ്ക്ക് നല്ല വെളിയിലെ നല്ല കാറ്റും കൊണ്ടാണ് ഗായ്സ് ഞാൻ ഒരു കട്ടൻ ചായ കുടിച്ചത്. എന്ത് ചൂടുള്ള കട്ടൻ ചായ. വൈകിട്ടത്തെ വൈബിന് അതാണ് നല്ലത്. പിന്നെ ഏത്തയ്ക്കാപ്പത്തിന് ഭയങ്കര രുചി എന്ന് വെച്ചാൽ നല്ല മധുരം ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നത് അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങളും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണേ. ഭയങ്കര ചൂടാണ് ഗൈസ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചൂടെടുത്തിട്ട് പൊള്ളി. ഞാൻ അന്നേരത്തെ ആക്രാന്തത്തിൻ്റെ അടുത്ത് കഴിച്ചു. നല്ല രുചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അടുത്തത് എടുത്തപ്പോഴത്തേനും അതിന് ഭയങ്കര രുചിയായിരുന്നു. അപ്പം ഞാൻ അതങ്ങ് എടുത്ത് കഴിച്ചപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ചാരുവിന് കൊടുത്ത്. എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ച് എന്തായിരുന്നു, എനിക്കിവിടെ ഇച്ചിരി തരാം. അപ്പം ഞാൻ കൊടുത്ത്. അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റിലത്തെ ലാസ്റ്റായിട്ട് ബാക്കി വെറും 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഫിനിഷ് ആക്കാം. അതിൽ ഹായ്, അവളോടൊന്ന് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ ഇടയ്ക്ക് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഗൈസ്. അവൾക്ക് ഇടയ്ക്ക് നമ്മളെ എറുകണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റിലത്തെ ഏത്തയ്ക്കാപ്പം കഴിച്ചുകൊണ്ട് ഞാൻ ഫിനിഷ് ആക്കിയിരിക്കുന്നു. പിന്നെ ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് വന്നതാണ് കേട്ടോ. വെളിയിലോട്ട് വന്നപ്പോഴാണ് എന്ത് കാഴ്ച. വൈകിട്ടത്തെ മഴ തുടങ്ങിയില്ല. മഴ കോളെടുത്ത് ഇരുണ്ട് മൂടി കിടക്കുമായിരുന്നു. അതാണ് കേട്ടോ ഈ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ. ഞാൻ നോക്കിയപ്പോൾ എന്തോ വീടിനൊക്കെ സൗണ്ട് ഇട്ട് ഞാൻ പേടിച്ചു പോയി. നോക്കിയപ്പോൾ എന്താ മാങ്ങ വീഴുന്ന നോക്കാൻ ഞാൻ ആ സന്തോഷത്തിൽ ഓടിപ്പോയതാണ് ഗായ്സ്. ഞാൻ താഴേക്ക് നോക്കി. താഴെ റോഡിലാണ് വീഴുന്നത്. അതുകൊണ്ട് അവിടെയായിട്ടാണ് ഗായ്സ് വീഴുന്നത്. ഞാൻ അവിടെ ഒരു ചൂണ്ടി കാണിക്കുന്നുണ്ട്. അവിടേക്കാണ് വീഴുന്നത്. മണ്ടയ്ക്ക് മാവ് ഒന്നുമില്ല ഗായ്സ്, ഒന്നുമില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3-4 എണ്ണം മേളയിൽ നിന്ന് താഴേക്ക് വീണ്. അപ്പം ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കിയപ്പോൾ അതാണ്ട് 3-4 എണ്ണം കിടപ്പുണ്ട്. നിങ്ങളിതുകൊണ്ട് അവിടെ ആയിട്ടൊരു ഇലയുടെ അവിടെയാണ് ഗൈസ് കിടക്കുന്നത്. അത് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു വേറെ വല്ലതും വീഴുന്നുണ്ടോ. ഫ്രിഡ്ജിൽ ഒരു കവർ മാങ്ങ ഇരിപ്പുണ്ട്. അത് ഇന്ന് രാവിലെ ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് അടിപൊളിയായിരുന്നു ഗൈസ്. ജ്യൂസ് അടിച്ച് കുടിച്ച് അതിന് മേളിലായിട്ടാണ് മാവ്. അതുകൊണ്ട് കണ്ട മാവേന്നാണ് താഴേക്ക് മാങ്ങ വീഴും. അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ പൂവൊക്കെ വിടർന്നൊക്കെ. അപ്പോൾ വല്ലപ്പോഴല്ലേ പൂവേലൊക്കെ പിടിക്കുന്നത്. വെളിയിലോട്ട് ഇറങ്ങാറേ ഇല്ല. അകത്താണ് കൂടുതലും ഫോണേക്കളി. അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം പൂവിൻ്റെയൊക്കെ ഇറമ്പിലിരുന്നു. നല്ല രസമായിരുന്നു ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. എന്താ രസം, എന്ത് നല്ല കാറ്റും. കുളിർമയോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഫീലാണ്. പക്ഷെ അകത്തോട്ട് വരുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഗായ്സ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കും. ടാറ്റ ബൈ ബൈ.